നമ്മുടെ തൃശ്ശൂർ മുൻ മേയർ MK വർഗീസിനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ? ഒരൊറ്റ സീറ്റിന്റെ ബലത്തിൽ LDF അധികാരം പിടിച്ച അപ്പോൾ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നമ്മുടെ തൃശ്ശൂർ മുൻ മേയർ MK വർഗീസ് ഇപ്പോഴും വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും വർഗീസിന്റെ പ്രസ്താവനകളൊക്കെ വലിയ ചർച്ചയാവാറുണ്ടെങ്കിലും ഇപ്പോൾ വർഗീസ് ഏതു പക്ഷത്തേക്ക് ചായുന്നു എന്നതിൽ ഒരു സൂചന വരുന്നു. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. താൻ വിട്ടുവന്ന കോൺഗ്രസിലേക്ക് വീണ്ടും ചായാൻ പോവുകയാണ് നമ്മുടെ വർഗീസേട്ടൻ. ഇപ്പോൾ കോൺഗ്രസിനോട് അടുക്കുകയാണ് MK വർഗീസ് എന്നാണ് സൂചനകൾ. കോൺഗ്രസിനോടാണ് തനിക്ക് താല്പര്യമെന്ന് തുറന്നു പറയുന്നു MK വർഗീസ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ തന്നെ സമീപിച്ചെന്നും നിലവിൽ ആരുമായും സഹകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും MK വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കൊന്ന് കേട്ടുവരാം. ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കും. സജീവമായി തന്നെ ഞാൻ പൊതുരംഗത്തുണ്ടാകും. എല്ലാവരും എന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കോൺഗ്രസിന് തന്നെയാണ്. 10-40 വർഷക്കാലമായിട്ട് ഞാൻ അവരുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഞാൻ പോയതാണ്. പക്ഷെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസിനെ തന്നെയാണ് ഇന്നും ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ ആരോടും വരുമെന്നോ വരില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യങ്ങൾക്ക് ഞാൻ തീരുമാനമെടുക്കുള്ളൂ. നമുക്കിപ്പം ജെയ്സനുണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ജെയ്സൺ, ഒടുവിൽ വർഗീസേട്ടൻ ഒരു തീരുമാനം എടുത്തു അല്ലേ? കോൺഗ്രസിലേക്ക് ചായും. സീറ്റ് വല്ലതും തടയുമോ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കഴിഞ്ഞ 5 വർഷം LDFന്റെ പിന്തുണയോടുകൂടി കോർപ്പറേഷൻ ഭരിച്ച MK വർഗീസ് പക്ഷേ ഇപ്പോൾ LDFനോടുള്ള പ്രിയം ഇല്ലാതായി എന്നതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിരന്തരമായി വാത്തോരാതെ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന MK വർഗീസ് ഇപ്പോൾ ആ പ്രിയവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ സജീവമാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു, ഇറങ്ങിയില്ല. ഇപ്പോൾ അദ്ദേഹം വീണ്ടും സജീവമാകാനായിട്ടും സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. പക്ഷേ LDFിലേക്കുള്ള വാതിൽ അവിടെ അടഞ്ഞു കിടക്കുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസുമായുള്ള ഒരു ഐക്യത്തിനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയും അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ചില രാഷ്ട്രീയ കക്ഷികൾ താനുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് താൻ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അതിലെ പ്രഥമ പരിഗണന കോൺഗ്രസിനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധം, സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രസ്ഥാനങ്ങളെല്ലാം വലിയ വിവാദമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ആണ് മികച്ചത്. കോൺഗ്രസിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ സീറ്റ് ലഭിക്കുമോ എന്നൊന്നും പറയാൻ ഇപ്പോൾ കഴിയില്ല. കാരണം കോൺഗ്രസിൽ ഒരു മണ്ഡലത്തിൽ തന്നെ 6-7 പേരുകളാണ് ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന് അനുകൂലമായ 2 മണ്ഡലങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. ഒന്ന് തൃശ്ശൂരും ഒന്ന് ഉല്ലൂരും. ഈ രണ്ടിലും നീണ്ട നിരയാണ് ഇപ്പോൾ ഉള്ളത് സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യമൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം സജീവമാകാൻ തയ്യാറാണെന്ന സൂചന അദ്ദേഹം നൽകുന്നു. അതോടൊപ്പം തന്നെ 5 വർഷം തന്നെ സംരക്ഷിച്ച LDFനെ അദ്ദേഹം ഭംഗിയായി തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട് അരുൺകുമാർ. ഓക്കെ, അങ്ങനെ വേണം അല്ലേ ജെയ്സൺ? താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജെയ്സൺ പറഞ്ഞത് കേട്ടല്ലോ. 5 വർഷം ഭരിച്ച് LDFനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആയിട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലേ? എന്തൊക്കെ സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അവസരത്തിന്റെ കലയുടെ പേരാണ് രാഷ്ട്രീയം.